രാവിലെ താങ്കളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് 4.5 കോടി 45 ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ട് കിട്ടി, അത് കൃത്യമായി വിനിയോഗിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പാർട്ടിക്കാർക്കെതിരെ പി.സി. ജോർജ് സംസാരിക്കുന്ന ബന്ധപ്പെട്ട ഒരു ചാനൽ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. ബ്രേക്കിംഗ് ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട്. എന്താണ് അതിനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? ആ ചാനൽ എന്ന് പറഞ്ഞത് കുടുംബത്തിൽ പറഞ്ഞവന്മാര് നടത്തുന്ന ചാനലല്ല. സത്യമായിട്ട് പുലബന്ധമുള്ള വാർത്ത കൊടുക്കുന്ന പാരമ്പര്യമുള്ള ചാനലല്ല. അവരെന്നെ വിളിച്ചിരുന്നു രാവിലെ. ഒരു സ്ത്രീ വിളിച്ചു. അത് കഴിഞ്ഞ് അവര് ഡെസ്കിൽ കൊടുത്തു. ഡെസ്കിൽ നിന്ന് എന്നെ വിളിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞ് തോറ്റിരിക്കുന്ന സമയത്ത് ഞാൻ എരുമേലി ചെന്നപ്പോൾ 2 പ്രവർത്തകർ എന്നോട് ഇങ്ങനെ ഈ 4.5 കോടി കണക്ക് പറഞ്ഞു. ഞാൻ അത് വിശ്വസിച്ചുകൊണ്ട് ഭർത്താവിനോട് അവിടെ പറഞ്ഞു. പക്ഷെ പിന്നീട് കണക്ക് നോക്കിയപ്പോൾ അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് യാതൊരു കാരണവശാലും അത് ശരിയല്ല. അങ്ങനെ രൂപ പോലെ ചിലവാക്കുന്ന കണക്കില്ല, എനിക്ക് അറിയില്ല. ഞാൻ 1 പൈസ തൊട്ടിട്ടില്ല, 1 പൈസ ആരും കൊടുത്തിട്ടില്ല, ആരോട് വാങ്ങിയിട്ടുമില്ല. അവിടെ ഇലക്ഷന്റെ ചില നോക്കിയിരുന്ന സജി കുരിക്കാട് എന്ന് പറഞ്ഞൊരു അധ്യാപകനാണ്. അങ്ങനെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ പെൻഷൻ പറ്റിയ ആളാണ്. 5 പൈസയുടെ കണക്ക് പോലും സൂക്ഷിക്കുന്ന സത്യസന്ധനായ ഒരു മനുഷ്യനാണ്. ഇങ്ങനെയൊക്കെ വൃത്തികേട് പറഞ്ഞ് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയത് ഞാൻ പറഞ്ഞു ശരിയാണ്. പക്ഷെ അത് തെറ്റാണ്. ഒരു കാരണവശാലും അത് വിശ്വസിക്കാൻ പാടില്ല, അത് കൊടുക്കാൻ പാടില്ല. ഞാനും ഈ പറഞ്ഞാണ് സത്യം എന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞു. അവർ വൃത്തികേട് അത് പറയാതെ അത് കൊടുക്കാതെ ഈ തന്തയ്ക്ക് പറക്കാത്ത കൊടുക്കുന്നത് മര്യാദയാണോ എന്ന് ആ ചാനലുകാർ ചിന്തിക്കട്ടെ. ഇതാണോ റിപ്പോർട്ടർ ചാനൽ എന്ന് എനിക്ക് മനസ്സിലായില്ല. റിപ്പോർട്ടർ ചാനലായി വൃത്തികേട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മര്യാദയാണോ ഇത്? ഞാൻ തന്തയ്ക്ക് പറഞ്ഞ് വിചാരിക്കല്ലേ, തന്തയ്ക്ക് തന്നെ പറഞ്ഞ തന്തയ്ക്ക് പറക്കാത്തരെന്ന് ഇതിലൊക്കെ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഈ വൃത്തികേട് കാണിക്കുന്നതിന്. പച്ചയ്ക്ക് നമ്മളൊരു സത്യം പറഞ്ഞ് ആ സത്യം കൊടുക്കാതെ മറ്റേ വല്ല അബദ്ധം പറ്റിയ വല്ലതും പറഞ്ഞ് അത് മാത്രം എടുത്തു കാണിക്കുന്ന ഈ നാണം കെട്ട സംസ്കാരം പത്രധർമ്മമല്ല. അതാണ് തന്തയ്ക്ക് പറക്കാത്തതെന്ന് ഞാൻ പറഞ്ഞത്. ഈ മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഈ ചാനലിനെതിരെ ഗുരുതരമായ ആരോപണം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. പല ഭാഗത്ത് നിന്ന് 126 കോടി രൂപ എന്ത് ചെയ്തു, അതിന് GST അടച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിവാദങ്ങൾ. അത് ഇങ്ങനെ വരുമ്പോഴും വി.ഡി. സതീശൻ പ്രതികാര മനോഭാവത്തോടെ ചെയ്യുന്നതാണ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവരുടെ ചില വാർത്തകൾ മുക്കാനായി ചിലരെ കരുവാക്കുന്നതായിട്ടാണോ താങ്കൾ പറയുന്നത്? ഞാൻ വളരെ വ്യക്തമായിട്ട് തനിയെ പറയാം. ഈ ചാനൽ ഇത്ര വൃത്തികെട്ടവന്മാരുടെ ഒരു ചാനലില്ല. അവന്മാർക്ക് അപവാദ പ്രചരണം നടത്തുക, ആളുകളെ അപമാനിക്കുക, ആളുകളെ നശിപ്പിക്കാൻ നോക്കുക, അതിലൂടെ വല്ല കാശും കിട്ടുമെന്ന് നോക്കുക എന്നുള്ളത് മാത്രമാണ് ഈ തെണ്ടികട സ്വഭാവം. എനിക്കൊരു മടിയില്ല. ഞാൻ ഇവന്റെ ഒന്നും ചെലവിലല്ല, എനിക്കതിനെ പേടിയില്ല. മനസ്സിലായില്ലേ? റിപ്പോർട്ടർ ചാനൽ ഇവരൊക്കെ മനുഷ്യനാണോ? അതാ ഞാൻ തന്തയ്ക്ക് ഉറക്കാത്തവന്മാരാന്ന് പറഞ്ഞത്. മനസാക്ഷി നീതിബോധം വേണ്ടേ? ഒരു മനുഷ്യന്റെ മനസാക്ഷിയെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കാനുള്ള മര്യാദ കാണിക്കണ്ടേ വൃത്തികെട്ടവന്മാരെ? എനിക്കറിയാം ആ ചാനലിനെ. അത് നമ്മുടെ ഇരിക്കുന്ന കാലം MP രാഘവന്റെ മകൻ ഇരിക്കുന്ന കാലം പോലെ അറിയാവുന്ന ചാനലാണ് എനിക്ക്. എന്തെല്ലാം ഉപകാര തെണ്ടികൾക്ക് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നന്ദിയില്ലാത്തവന്മാര്, വൃത്തികെട്ടവന്മാർ. ഇതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ മെസ്സിയുടെ കാര്യം അത് വളരെ മോശമല്ലേ? അങ്ങേര് വരുമെന്ന് തീരുമാനിക്കുകയോ അങ്ങേര് അറിയുകയോ ചെയ്യാത്ത ഒരു കാര്യത്തിന് അങ്ങേർക്ക് വേണ്ടി പണം പിരിക്കുക എന്ന് പറയുന്നത് എന്തൊരു വൃത്തികേടാ. ആ പണം പിരിച്ച് ഒരു മന്ത്രിയുടെ നേതൃത്വത്തിലാണെന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാം ദുഃഖിപ്പിക്കുകയാണ്. പൊതുപ്രവർത്തകർ തന്നെ അപമാനം ഉണ്ടാക്കിയിരിക്കുകയാണെന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും അതുമേൽ അന്വേഷണം നടക്കുന്ന ഇപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം നടക്കട്ടെ, വസ്തുത പുറത്തു വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി സത്യസന്ധമായി പ്രതികരിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഓരോ ബൂത്തിനും 31,000 രൂപ കൊടുക്കാൻ പറഞ്ഞു, കർശനമായി കൊടുക്കണമെന്ന് പറഞ്ഞു, എന്നിട്ടും കൊടുത്തില്ല എന്നൊക്കെ. ഞാൻ ചോദിക്കട്ടെ, ഈ പരിപാടി എവിടെയാണ് നടന്നത്? താങ്കൾ അറിഞ്ഞിട്ടാണോ ഈ വീഡിയോ ആരെങ്കിലും എടുത്തത്? താങ്കളോട് ഇതിനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചിട്ടാണോ? താങ്കളുടെ അനുവാദത്തോടെയാണോ ഇത് സംപ്രേഷണം ചെയ്തത്? എന്റെ അനുവാദത്തോടെ അല്ലെന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ എരുമയിൽ ഞാൻ ചെന്നപ്പോ അവിടുന്ന് ചില ആളുകൾ പറഞ്ഞതാ ഇങ്ങനെ രണ്ട് പേരെ നമ്മുടെ പാർട്ടിക്കകത്ത് എന്തോ ഒരു ഗ്രൂപ്പ് വഴക്കിന് കുശിമ്പിന് പറഞ്ഞതാണ്. ഞാനതങ്ങ് വിശ്വസിച്ച് രണ്ടും നമ്മുടെ പാർട്ടിക്കാരല്ലെന്ന് വിചാരിച്ചു. അത് ചെയ്യാൻ വർത്തമാനം പറഞ്ഞ് 31,000 എന്നാ ഈ പറയുന്നത്? എവിടെ നീ പണം ആര് കൊടുക്കാൻ? എനിക്കടുത്ത് ഞാൻ 1 രൂപയെ തൊട്ടിട്ടില്ല, 1 രൂപ കൊടുത്തിട്ടുമില്ല, വാങ്ങിയിട്ടുമില്ല. പറയട്ടെ, ആരെങ്കിലും പറയട്ടെ ഞാൻ 1 രൂപ കൊടുത്തെന്നോ 1 രൂപ വാങ്ങിയെന്നോ. അതങ്ങനെ കാശ് കൊടുക്കാൻ പറ്റുമോ? അല്ല, ഇലക്ഷൻ നിയമം അനുസരിച്ച് സ്ഥാനാർത്ഥിക്ക് 40 ലക്ഷം രൂപ ചെലവഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ എങ്ങനെ 4.5 കോടി രൂപ ചെലവഴിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. അർത്ഥമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നുള്ളതല്ല. ഈ വേറെ റിപ്പോർട്ടറല്ലേ ഞാൻ പറയുന്നത് തന്തയ്ക്ക് ഉറക്കാത്തവന്മാരുടെ ചാനലാണ്. ഇവർ പറയുന്നത് സംസാരിക്കുന്ന തെളിവുകളാണ് ഇവർ പുറത്തു വിടുന്നത് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞോളൂ, ഞാൻ സംസാരിച്ചെന്ന്. ആ തന്തയ്ക്ക് ഉറക്കാത്തവന്മാർ ഞാൻ പറഞ്ഞോളൂ, ഞാൻ സംസാരിച്ചു. എരുമേലി വെച്ച ഒരു കമ്മിറ്റിക്ക് ചെന്ന് കഴിഞ്ഞപ്പം അത് നിങ്ങളുടെ കമ്മിറ്റി ആയിരുന്നോ? പാർട്ടി കമ്മിറ്റി ആയിരുന്നോ? പാർട്ടി കമ്മിറ്റി ഇരിക്കുമ്പോ
ഇങ്ങനെ രണ്ടുപേരും എന്നോട് പറഞ്ഞു. അത് വെച്ച് ഞാൻ വർത്തമാനം പറഞ്ഞു. ഓക്കെ. അത് അത് റെക്കോർഡ് ചെയ്ത് പുറത്തു കൊടുക്കാന്ന് പറയുമ്പോ അവന്റെ പാർട്ടി എന്താണെന്ന് മനസ്സിലായില്ലേ? ഈ പാർട്ടിക്കുള്ളിലുള്ള ആള് തന്നെ ആയിരിക്കുമല്ലോ ഇത് റെക്കോർഡ് ചെയ്തതും ഇത് ചാനലിന് കൈമാറിയതും. 100% എന്നെ തെറ്റിദ്ധരിപ്പിച്ചവന്മാർ തന്നെ ആയിരിക്കാം ഇത് ചെയ്തതെന്ന് എന്റെ വിചാരം. എന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഞാനിങ്ങനെ സംസാരിച്ചത്. ആ സംസാരിച്ചല്ലോ അതേപടി അവന്മാർ കൊടുക്കാന്ന് പോയ അവന്മാരെ എത്ര വൃത്തികെട്ടവന്മാരാ. അതേ തന്തയ്ക്ക് പറക്കാത്തരം കൊടുക്കുന്ന ചില ചാനലുണ്ട്. അതിലൊന്ന് ഈ റിപ്പോർട്ടർ, അത്ര ഉണ്ട്. ഈ PC ജോർജ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ പാർട്ടിക്കകത്തുണ്ട് എന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരു പാർട്ടിയുടെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ തന്നെയാ അങ്ങനെ തന്നെ ആ നിലയിലേക്കൊന്നും പോകണ്ട. ഈ BJP എന്ന് പറയുന്ന പാർട്ടിയിലാന്ന് എത്രയോ പേരുണ്ടെന്നേ. എല്ലാം ഒരേ സ്വഭാവക്കാരാണ്. പല സ്വഭാവക്കാരുണ്ട്. അതിൽ ഓരോരുത്തരും ഓരോ സ്വഭാവം പറയുന്നുള്ളൂ. അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഞാൻ പറയും, ഇപ്പം പൂഞ്ഞാർ തെക്കക്കര പഞ്ചായത്ത് 14 സീറ്റിൽ 8 എണ്ണം BJP തന്നെ ചിഹ്നത്തിൽ ജയിച്ചവരറിയാം. ആ 8 പേരും ഒരുപോലെ നിൽക്കണമെന്ന് നിർബന്ധമുണ്ടോ? അവർക്ക് അഭിപ്രായ സ്ഥാനത്ത് അതൊക്കെ പാർട്ടി ചർച്ച ചെയ്ത് തീർക്കും. ഇവിടെ പൂഞ്ഞാർ പഞ്ചായത്തുണ്ട്. പൂഞ്ഞാർ പഞ്ചായത്ത് ഇത്തവണ ഇലക്ഷൻ എനിക്ക് 1000 വോട്ട് ലീഡ് കിട്ടിയതാ. അവിടെ 5 മെമ്പർമാർ നമ്മളാണ്. അവിടെ 3 മെമ്പർമാർ പോയത് എല്ലാം കൂടെ ഒരു 30 വോട്ടിൽ താഴെ 3 വാർഡ് പോയത്. മനസ്സിലായില്ലേ? അങ്ങനെ BJP വളരെ ശക്തി പ്രാപിച്ചു വരുന്ന കാണുമ്പോൾ കുശുമ്പിന്റെ പേരത്തെ ഈയനം പ്രചരണങ്ങളൊക്കെ നടത്തുന്നുള്ളൂ. എന്നെ എങ്ങനെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യം ഞാനങ്ങനെ പേടിച്ചു കൊടുക്കുന്നൊന്നും അല്ലല്ലോ. എത്ര കൊല്ലമായി തുടങ്ങിയിട്ട്. ഈ വന്ദേമാതര വിഷയത്തിൽ ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടി രാവിലെ 8 മണിക്ക് PC ജോർജിനെ കരുവാക്കിയതാണോ? ഈ വന്ദേമാതരം ഇപ്പൊ കിടന്ന് കത്തുകയാണല്ലോ. സംശയം അതാ ഇന്ന് വന്ദേമാതരമാണ് മെയിൻ ചർച്ച. വന്ദേമാതരം പാടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് AICC ആസ്ഥാനത്ത് സുഖമായിട്ട് വന്ദേമാതരം പൂർണ്ണമായിട്ട് പാടി. അതൊക്കെ ചാലി വന്നു കഴിയുമ്പോഴത്തേനും അതൊക്കെ കേരളത്തിൽ മറച്ചെടുക്കണമല്ലോ. കേരളത്തിലൊരു മറച്ചെടുക്കലാണല്ലോ. ന്യായം സത്യമല്ലോ. വൃത്തികേട് ഞാൻ പറഞ്ഞില്ല, തന്തയ്ക്കാൻ പറഞ്ഞില്ല. അവന്മാരുടെ സ്വഭാവമല്ലേ. അങ്ങനെ കുറെ ചാനലുണ്ട്. അത് അവന്മാര് റിപ്പോർട്ടർ മാത്രമല്ല, വേറെ കുറെ തന്തയ്ക്ക് ഉറക്കാത്തവന്മാരുണ്ട് ചാനലുകാർ. ഇവന്മാരെല്ലാം കൂടെ ഇപ്പൊ എവിടെ പോയി കേരളം മനസ്സിലാക്കിയോ? LDF UDF പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ. BJP പ്രധാനമന്ത്രിയും ചീത്ത പറഞ്ഞ് ഒരു കാര്യം നാട്ടിൽ നടക്കാൻ സമ്മതിക്കില്ല. മുഖ്യമന്ത്രി അത് ദുഃഖിതയാ. മുഖ്യമന്ത്രി എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടി തീരുമാനം. അവിടെ ഇന്ന് കണ്ടില്ലേ സോണിയാഗാന്ധി വന്ദേമാതരം പാടാതിരിക്കാൻ കൈ കാണിക്കുക. എന്നുവെച്ചാൽ ഇപ്പൊ അത് പുറത്തു വന്നു കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ പറയുന്ന കാർഗെ നിന്നും എടുത്തുകൊണ്ട് കസേര കൊടുക്കാൻ പറയാന്ന്. ഈയനം വൃത്തികേടൊക്കെ പറഞ്ഞ ആർക്കാ മനസ്സിലായാലത്തെ? അതിന് കൂട്ടുനിൽക്കുന്ന തന്തയ്ക്ക് പറക്കാത്ത കുറെ ചാനൽ നടക്കട്ടെ. നീ ഇതിനെതിരെ നിയമ നടപടി വല്ലതും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? വേറെ പണിയൊന്നുമില്ല മോളെ. ഞാൻ ഇപ്പൊ 12ഓളം കേസ് ഇപ്പൊ ഉണ്ട്. ഇമാരെല്ലാം കൂടെ പിണറായി ഉണ്ടാക്കിയ കള്ളക്കേസാ. എനിക്കതിനൊന്നും നേരെയില്ല. ഇമാരെന്നാണ് ചെയ്തോട്ടെ, എനിക്ക് പ്രശ്നമില്ല. വളരെ നന്ദി. ഓക്കെ.